ഹായ് നമസ്കാരം. ഏറ്റവും അധികം അപ്ഡേറ്റുകളുമായി പുറത്തിറങ്ങുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മാപ്പ്. ഗൂഗിൾ മാപ്പ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റും കൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. സ്റ്റേ സേഫർ എന്നൊരു അപ്ഡേറ്റാണ്. എന്താണ് സ്റ്റേ സേഫർ എന്നുള്ളത്? നമ്മളിപ്പോൾ ഒരു ടാക്സി വിളിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ചു. ആ ഓട്ടോറിക്ഷ പിടിച്ച് അല്ലെങ്കിൽ ടാക്സി പിടിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം നമ്മൾക്ക് പോകേണ്ട സ്ഥലം അല്ലാതെ, നമുക്ക് പോകേണ്ട റൂട്ട് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു റൂട്ടിലേക്ക് മാറി സഞ്ചരിച്ചാൽ നമുക്ക് ആ വിവരം നമ്മുടെ സുഹൃത്തുക്കളെ അറിയിക്കാനുള്ള ഒരു ഓപ്ഷനാണ് സ്റ്റേ സേഫർ എന്നൊരു ഓപ്ഷൻ. നമ്മൾ ഏതെങ്കിലും ടാക്സിയിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളവിടെ സ്റ്റേ സേഫർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം നമ്മൾ നിശ്ചയിച്ച ദൂരത്തിൽ നിന്നും ഒരു 1/2 കിലോമീറ്ററോളം 500 മീറ്റർ 1/2 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ അതിൽ ഒരു വാർണിംഗ് ആയിട്ട് വരും, ഒരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിന് ലൈവ് ലൊക്കേഷൻ നമുക്ക് ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ സ്റ്റേ സേഫർ എന്നൊരു ഓപ്ഷൻ. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റേ സേഫർ എന്നൊരു ഓപ്ഷൻ ഗൂഗിൾ മാപ്പിൽ ഉപയോഗിക്കുന്നത് എന്നാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരുന്നത്. ഗൂഗിൾ മാപ്പിൻ്റെ സ്റ്റേ സേഫർ എന്നൊരു ഫീച്ചർ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഗൂഗിൾ മാപ്പിൻ്റെ ബീറ്റ വേർഷനിൽ മാത്രമാണ്. അപ്പോൾ ബീറ്റ വേർഷൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീച്ചർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വരുന്നത് വരെ എല്ലാ യൂസേഴ്സിനുമായിട്ട് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ഗൂഗിൾ മാപ്പ് ഈ ഒരു ഫീച്ചർ വെച്ച് പുറത്തിറക്കുന്നതാണ്. ഈ ഏറ്റവും അടുത്തായി ഗൂഗിൾ മാപ്പ് ഇറക്കിയൊരു ഫീച്ചറാണ് സ്പീഡോമീറ്റർ, ഓൺ സ്ക്രീൻ സ്പീഡോമീറ്റർ എന്നുള്ളത്. അപ്പോൾ ഓൺ സ്ക്രീൻ സ്പീഡോമീറ്ററിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റേ സേഫർ എന്നൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്നറിയാനായിട്ട് ഈ വീഡിയോ തുടർന്ന് കാണുക. സ്റ്റേ സേഫർ എന്ന ഓപ്ഷൻ എങ്ങനെയാണ് ഇനേബിൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ ഇവിടെ ഗോ എന്ന് കാണാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഗോ എടുക്കുക, യുവർ ലൊക്കേഷൻ, ഡെസ്റ്റിനേഷൻ കൊടുക്കുക. ഡെസ്റ്റിനേഷൻ ഞാനിപ്പോൾ ഒരു സ്ഥലം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ടാക്സി അല്ലെങ്കിൽ നമ്മുടെ കാറ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ബൈക്കുണ്ട്. ഈ കാറിൻ്റെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റാർട്ട് കാണാം, സ്റ്റെപ്സ് എന്ന് കാണാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പുതിയൊരു ഓപ്ഷൻ കാണാം, സ്റ്റേ സേഫർ എന്നൊരു ഓപ്ഷൻ. ഈ സ്റ്റേ സേഫർ ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഷെയർ ലൈവ് ട്രിപ്പ് എന്ന് കാണാം, ഗെറ്റ് ഓഫ് റൂട്ട് അലർട്ടും എന്ന് കാണാം. ഈ ഷെയർ ലൈവ് ട്രിപ്പ് എന്നുള്ളത് നമ്മുടെ ട്രിപ്പ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളതാണ്. നമ്മൾ ആർക്കെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിന് വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ നമ്മളിവിടെ പോകുന്നു എന്നുള്ളത് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഷെയർ ലൈവ് ട്രിപ്പ് എന്നുള്ള ഓപ്ഷൻ. ഈ ഗെറ്റ് ഓഫ് റൂട്ട് അലർട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു 500 മീറ്റർ മാറിക്കഴിഞ്ഞാൽ, നമ്മുടെ റൂട്ടിൽ നിന്ന് 500 മീറ്റർ മാറിക്കഴിഞ്ഞാൽ വാർണിംഗ് വരുന്നുള്ള ഒരു ഓപ്ഷനാണ് ഗെറ്റ് ഓഫ് റൂട്ട് അലർട്ട്. ഈ ഗെറ്റ് ഓഫ് റൂട്ട് അലർട്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലായിട്ട് നോട്ടിഫിക്കേഷൻ വരും. യു ആർ ഓൺ റൂട്ട്, യു വിൽ ഗെറ്റ് ആൻ അലർട്ട് ലൈക്ക് ദിസ് എന്നൊരു ഓപ്ഷൻ വരും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് യു വിൽ ഗെറ്റ് അലർട്ട് ഓൺ യുവർ ഫോൺ ഇഫ് യുവർ ടാക്സി ഓർ റൈഡ് ഗോസ് ഓഫ് റൂട്ട് ബൈ 500 മീറ്റർ. ഇതിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് ട്രാക്കിംഗ് യുവർ ട്രിപ്പ് എന്ന് കാണാം, സ്റ്റോപ്പ് എന്ന് കാണാം. ഈ സമയത്ത് നമ്മൾ സാധാരണ നാവിഗേഷൻ ഇനേബിൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഏതെങ്കിലും ടാക്സിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഓഫ് റൂട്ട് അലർട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമ്മളിത് സെറ്റ് ചെയ്ത് നമ്മളൊരു 500 മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ കാണിക്കും. ഈ വീഡിയോയുടെ ആദ്യം അത് കാണിച്ചിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് കാണിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത ദൂരത്തിൽ നിന്നും റൂട്ടിൽ നിന്നും ഒരു 500 മീറ്റർ മാറിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരുടെ ഒരു അറിവിലേക്കായിട്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.